അപ്പോൾ നമ്മൾ കണ്ടതുപോലുള്ള ഒരു ക്രാഫ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതുപോലൊരു ബക്കറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മളൊരു പെയിൻറ്റ് ടിന്നാണ് ഇത്. അത് നോർമലി കിട്ടുന്നത്. ഓക്കെ, നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ നമുക്ക് ബാക്കി ഉണ്ടാവുമായിരിക്കും. ഇത് 20 ലിറ്ററിൻ്റെ ക്യാനാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ചെറുതുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മോഡലും ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാനിപ്പം ഇതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് വലിപ്പമുള്ളൊരു മോഡലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ബക്കറ്റിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യണം. നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മാത്രം മതി. നമ്മളൊരു ഡെക്കോറായിട്ട് ചെയ്യുകയാണ്. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഞാനൊരു ആക്സോ അല്ല, ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കേണ്ട. കട്ട് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് പെയിൻ്റ് ഒക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അടന്നു പോകും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ പോർഷനിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ അത് ഞാൻ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രിൻ്റ് നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗം ഒട്ടിച്ചിട്ട് നമുക്കിവിടെ അത് ഒട്ടിക്കാം. ഇനി അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് എങ്ങനെ ഒട്ടിക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ചെറുതും ഒരു വലുതും ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ്, കണ്ടോ, ഇത് കുറച്ച് ചെറുതാണ്, പിന്നെ വലുതും. അത് രണ്ടുമാണ് നമ്മളിവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അതേപോലെ 2 ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, വലുത് 2 ചെറുത് 2. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിത് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞാൽ ഇവിടെ വെക്കും. അതിനിപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ ഇപ്പുറത്ത് അതിൻ്റെ ഒരു ചെറുതും കൂടെ വെച്ച് കൊടുക്കും. ഈ ഗ്യാപ്പിലായിട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലൊരു ചെറുതും വെച്ച് കൊടുക്കും. ഓക്കെ, ഇതുപോലൊരു ചെറുതും വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നേരെയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു നേരെയുള്ള രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ചെരിഞ്ഞ് നിൽക്കുന്ന ചെറുതും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ 4 നമ്മൾ ഈ ചെറുതും വലുതുമായിട്ട് 4 ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഞാൻ ആ പേപ്പർ ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബക്കറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പറിനെ നമ്മളിപ്പോൾ ഒട്ടിച്ചില്ലേ, അപ്പോൾ ഈ ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ ഇതിനെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം നമ്മൾ ആദ്യം സോൾഡറിങ് ആയതുകൊണ്ട് ഹോൾസ് ഇടുക ചെയ്യുക. എന്നിട്ട് ആ ഇതിനകത്ത് ഹോൾസ് ഇട്ട് കൊടുത്ത് ഇതിനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ കുറച്ച് ഭാഗം, അതായത് ഇവിടുന്ന് എടുത്തിട്ടൊരു പൂമ്പാറ്റയുടെ ചിറക് പോലെ എടുക്കണം. ഓക്കെ, ഇങ്ങനെയും കട്ട് ചെയ്യണം. ഇവിടുന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഈ ബക്കറ്റ് അടക്കം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട്. അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ എല്ലാം വേറെ ആവും. ചെറിയ ഷേപ്പ് സൈസും മാറ്റം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കാണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹോൾസ് എല്ലാം സോൾഡറിങ് ആയതുകൊണ്ട് ഇതിലൊക്കെ ഹോൾസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ തന്നെ വയ്ക്കും, ഇവിടെ ഒന്നും മാറ്റമില്ല. ഈ ചിറക് നമ്മൾ പുറത്തേക്ക് കട്ട് ചെയ്തെടുക്കും ഒരു വരുന്ന രീതിയിൽ. ആദ്യം ഞാൻ ഇതിൽ ഹോൾസ് എടുത്തത്, കുറച്ച് ഹോൾസ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഹോൾസ് ഇട്ട്. ഇതുപോലെ നമ്മൾ സോൾഡറിങ് ഞാൻ എടുത്ത് നല്ല ഹീറ്റാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഹോൾസ് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയ ഹോൾസ്, അതായത് വലിയ ഹോൾസും ചെറിയ ഹോൾസും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഹോൾസിനനുസരിച്ച് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറച്ച് അകത്തേക്ക് ഇറക്കുക. ഇത്രയും ഷേപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ കോൺ അകത്തേക്ക് ഇറക്കുന്നതിനനുസരിച്ച് വലിയ ഹോളാവും. നമുക്ക് ചെറിയ ഹോൾ മതിയെങ്കിൽ ഈ ചെറിയ ഹോളിൽ ഇത്രയും മാത്രം വെച്ചിട്ട് എടുക്കുക. വലിപ്പം വേണ്ട, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇറക്കുന്നതിനനുസരിച്ച് ഹോളിന് വലിപ്പം വരും. ഇത് വലിയൊരു ഹോളാണ്, അത്രയും ഞാൻ ഉള്ളിലേക്ക് ഇറക്കും മാക്സിമം. ഓക്കെ, ചെറിയ ഹോളിന് ഇവിടെ ചെറുതായിട്ട് ഹോൾസ് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇതിനെയൊക്കെ ക്ലീൻ ചെയ്യണം. ഈ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. കേട്ടോ, ഇതുപോലെ ഞാൻ ഹോൾസ് എടുത്ത് കൊടുക്കുക എല്ലാത്തിലും, വലുതും ചെറുതുമായിട്ടുള്ള ഹോൾസൊക്കെ അതിൻ്റെ ഷേപ്പിനനുസരിച്ച്. നമ്മളൊരു മാസ്ക് വെക്കുന്നുണ്ടെങ്കിൽ മാസ്ക് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിലായിട്ട് ഹോൾസ് അടിച്ച് അതിൻ്റെ ബോർഡർ വരെ ഒന്ന് വെക്കും. എന്നാലും മാത്രമേ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ചെറിയ രീതിക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുപോലെ കേട്ടോ, ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഗ്രൈൻഡിങ്ങോ അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ ആ ഷേപ്പിലൊന്നുമല്ല കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കുത്തിയിരുന്ന് ചെയ്യണം, കുറച്ച് മെനക്കെട്ടുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമായിരിക്കും സംഭവം. അത് നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല, നല്ലൊരു ഭംഗിയായിരിക്കും. നമുക്കിങ്ങനെ ഒരു വേസ്റ്റ് ഐറ്റംസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു ക്രാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടത് വേണമല്ലോ തുടക്കത്തിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെ ഇങ്ങനെ ഓരോ ഹോൾസ് ഇതുപോലെ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, എല്ലാത്തിലും ഞാനിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേപ്പറൊക്കെ കീറിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല, പേപ്പർ ആവശ്യമില്ല. നമുക്ക് അതിന് ശേഷം ഇതിനകത്ത് ബ്ലാക്ക് അടിക്കേണ്ട, ഫുള്ള് ബ്ലാക്കോ അല്ല റെഡോ ഏതെങ്കിലും ഒരു കളറായിട്ട് അടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ എല്ലാത്തിൻ്റെയും ഇതിൽ നടുക്കായിട്ട് ഇത് കണ്ടില്ലേ, ഓരോ ഇത് വരുന്നുണ്ടെങ്കിൽ ബ്ലാക്കിലേക്ക് കയറരുത്. ഇവിടെയായിട്ട് നമ്മളിങ്ങനെ അടുപ്പിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. എനിക്ക് ഇത്ര ഹോൾസ് അടുപ്പിച്ചിടാൻ പറ്റും, അത്ര നല്ലത്. വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ബ്ലേഡ് എടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് ഈ ഓരോ ഹോൾസും ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഈ ഹോൾസ്. അല്ലാണ്ട് ബ്ലേഡ് ഭയങ്കര പാടാണ്, നല്ല കട്ടിയാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് കീറിപ്പോവുകയും ചെയ്യും. ഇത് കെയർഫുള്ളായിട്ട് ചെയ്യണം. ഗ്രൈൻഡിങ് ടൂളിൻ്റെ എളുപ്പം നമുക്കിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഒരു ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആക്കിയാൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്രൈൻഡിങ് ടൂൾ ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി നിങ്ങൾക്ക് സോൾഡറിങ് ആയതുകൊണ്ട് തന്നെ അടുപ്പിച്ച് ഉരുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് കൂടുതൽ ഇതായിട്ടിരിക്കും ഒരു സൈഡൊക്കെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അറ്റം ഒന്ന് ഇങ്ങനെ എല്ലാത്തിനും ഉരുക്കിയെടുക്കണം, ആ ഷാർപ്നെസ് മാറ്റാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഓരോ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സംഭവത്തിൽ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ വെട്ടുന്നില്ല. അതിന് ശേഷം ഔട്ടർ വെട്ടണം. അപ്പോൾ ഞാൻ ഈ ഹോൾസ് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ അതാ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഹോൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഹോൾസ് എടുത്തിട്ടില്ല, ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ചെയ്ത്. ഇതുപോലെ ചെറുതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പ്രയാസമാണ്. ഇത്രയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല, ഞാൻ നേരത്തെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഓരോ പാർട്ടും ഞാനിങ്ങനെ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് ബ്ലേഡ് വെച്ചിട്ടും പിന്നെ സോൾഡറിങ് അയണൊക്കെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒന്നും കൂടെ നമുക്കൊന്ന് ചെയ്യാനുണ്ട്, ഫൈനലൈസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ കുഞ്ഞു ഭാഗത്ത് ഇതുപോലെ എടുത്തിട്ടില്ല, കട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കൂടുതലും ഈ ഹോൾസ് വെച്ചിട്ടാണ്. അപ്പോൾ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് ഞാൻ ആ പേപ്പർ മുഴുവൻ പറിച്ചു. എന്നിട്ട് നോക്കുകയാണ് ഇത് ആ പൂമ്പാറ്റയുടെ ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ എന്ന്. ഇതിനുശേഷം നമുക്ക് ഇതിൽ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ള സാധാരണ ഒരു ബൾബിൽ അതിൻ്റെ ഒന്ന് ടെസ്റ്റ് എടുത്ത് നോക്കുകയാണ്, എങ്ങനെയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക. ഇതോ നിങ്ങൾക്ക് കാണാം ആ പൂമ്പാറ്റയുടെ ആ ഒരു ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ ഇതിലിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ടെസ്റ്റ് ചെയ്താണ്, ഇങ്ങനെ ഇത് ആയിട്ടില്ല, ഫിനിഷിംഗ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫ്ലൈ ചെയ്യുന്ന ഭാഗം കൂടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ കട്ടിങ് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ കാണിക്കാണ്ടിരുന്നത് വെറുതെ ഒരു വേസ്റ്റേജ് ആക്കേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത സൈഡിലുള്ള വരുന്നതിനെ ഈ ബ്ലേഡ് എടുത്ത് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുരണ്ടി കളയണം. എന്താ ഇതുപോലെ നമ്മൾ ചുരണ്ടി എടുത്ത് ആ സൈഡ് നീറ്റാക്കി എടുക്കുമ്പോഴേ അത് കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തള്ളിയിരിക്കും ഫുള്ള്. അതുപോലെ തന്നെ ഈ ബ്ലേഡ് ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ ഫുള്ള് ആക്കിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കളയണം, ഇതിൻ്റെ ഈ തള്ളി നിൽക്കുന്ന ഭാഗം. അപ്പോൾ കുറച്ച് ഹോൾസ് അടയും. അന്നേരം നമ്മൾ ഒന്നും കൂടെ തന്നെ ഈ സോൾഡറിങ് ആൻ ഇട്ടിട്ട് ആ ഹോൾസ് ആക്കി കൊടുക്കുക. ഡ്രിൽ മെഷീൻ ഉണ്ട്, ഡ്രില്ലുണ്ടെങ്കിൽ ഡ്രിൽ ബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഡ്രില്ല് കൊണ്ട് നമുക്ക് ചെയ്യാം. കേട്ടോ, ഇത് ഇതുപോലെ കളയണം. അപ്പോൾ ഈ പേപ്പർ പോവും ഇവിടുന്ന്. ഈ പേപ്പർ പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ പേപ്പർ നമുക്കിതിപ്പോൾ ഷേപ്പ് കംപ്ലീറ്റ് ആയി. ഈ ഷേപ്പിൽ നമ്മൾ പൂമ്പാറ്റയുടെ ഷേപ്പിൽ എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് അവിടെ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഷേപ്പ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഉണ്ടാവും ഈ ഷേപ്പ് ഇവിടെ അറ്റത്തും കൂടെ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൂമ്പാറ്റയുടെ ഷേപ്പ് വേണ്ടി ഈ അറ്റവും കൂടെ ചെറിയ രീതിക്ക് ചെയ്യാം. കേട്ടോ, ഇതുപോലെ ആക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടുള്ളൂ. അത് നമ്മൾ ഇത് മാറിക്കഴിഞ്ഞാലും അതേ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ആ പൂമ്പാറ്റയുടെ അറ്റത്തും കൂടെ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ എവിടേക്കാണ് ആ ഷേപ്പ് അറ്റൻഡ് ചെയ്യാനുള്ളത് അവിടെയും കൂടെ നമ്മളത് ഹോൾസ് കൊടുക്കുക. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. കേട്ടോ, അപ്പോൾ ആ പൂമ്പാറ്റയുടെ ഷേപ്പ് കറക്റ്റ് അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല രസമാണ്, ഞാൻ ഇപ്പോൾ കാണിക്കാം. ലൈറ്റ് വന്നാലും നമുക്ക് നല്ല രസമുണ്ടാവും ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തു ചെറിയ പൂമ്പാറ്റയൊക്കെ. ഓക്കെ, ഇപ്പുറത്ത് നോക്കാം. ഇവിടെയും ചെറിയ പൂമ്പാറ്റയുടെ ഈ ഭാഗത്ത് നമുക്കൊരു ഷേപ്പ് ആക്കി എടുക്കാനുണ്ട്. അതിന് ഹോൾസ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ഈ ഒരു ഭാഗം ഓക്കെ ഇത് ഒരെണ്ണം നമ്മൾ ഇതുപോലെ പൊക്കി വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ചുകൂടി ഒന്ന് പൊക്കണം, ഞാനിപ്പോൾ കാണിക്കാം. ഇതും ഹോൾസ് വെച്ച് ചെയ്തു. ഇത് പൊക്കാത്ത രീതിയിൽ തന്നെ ഉള്ള ഹോൾസ് വെച്ച്. എന്നിട്ട് നമ്മളിതിൻ്റെ ഫുൾ ബോർഡറിലൊക്കെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈൻ്റെ പോലെ. അതിനുശേഷം നമ്മൾ ഈ പേപ്പർ ഫിൽ ചെയ്ത് നമ്മൾ ഫെവിക്കോൾ വെച്ചല്ല ഒട്ടിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനെ മുഴുവൻ കംപ്ലീറ്റ് നനച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നനച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സംഭവം ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എല്ലാം പറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് വെക്കുമ്പം ഇപ്പോൾ ശരിക്കും കാണുന്നില്ലെങ്കിൽ ലൈറ്റിൽ കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് പെയിൻറ്റ് അടിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട പോലെ കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു ഹോട്ട് ഗണ്ണ്, ഒരു ഹീറ്റിംഗ് ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. ഇതുപോലെ നമ്മളൊന്ന് ഹോട്ട് ഗണ്ണ് വെച്ചിട്ട് നോക്കി ചൂടുണ്ടോയെന്ന്. ഓക്കെ, നമ്മൾ നല്ല രീതിക്ക് ഹീറ്റ് ആക്കിയിട്ട് ഈ ഭാഗം മാത്രം ഹീറ്റ് ചെയ്യും, ഇങ്ങോട്ടൊന്നും വേണ്ട. ഈ നടുക്കത്തെ സെൻറ്റർ പോർഷൻ മാത്രം ഹീറ്റ് ചെയ്യും. ഇതൊന്ന് ബെൻഡ് ചെയ്ത് വരും. ഓക്കെ, ഇതുപോലെ ബെൻഡായി വരും. ഇങ്ങനെ കാണിച്ചു തരാം. ഈ സെൻറ്റർ പോർഷൻ മാത്രം ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ നോട്ട് ചെയ്യുക. ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കരുത്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ബെൻഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഹീറ്റ് ആയ ഭാഗം വെച്ചിട്ട് ഇതുപോലെ കണ്ടോ ഒരു ബട്ടർഫ്ലൈൻ്റെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് വിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നിൽക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ തന്നെ ക്ലിപ്പ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ല രീതിക്ക് ഇതുപോലെ നിൽക്കും. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരു ബട്ടർഫ്ലൈ നിൽക്കുന്ന പോലെ തന്നെ കറക്റ്റ് ഇതിൽ നിൽക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നില്ല, ഒരെണ്ണം മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓരോന്നും ഓരോ മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ ഇതിൽ
പിന്നെ ഇത് സ്റ്റില്ലായിട്ട് തന്നെ. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിൽ. ഈ പൂമ്പാറ്റയുടെ ഇത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബോർഡർ വെച്ച് പെയിൻറ്റ് ചെയ്യും. ഇതിനൊരു നമുക്കൊരു ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം ഒരു റെഡ് കോട്ടിങ് അടിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഈ റെഡ് കോട്ടിങ് അടിച്ചിട്ട് അതൊരു പ്രൈമറായിട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മൾ ബ്ലാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ റെഡ് കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. കാണിക്കാം. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് റെഡ് അടിക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ഇത് റെഡ് ഉണങ്ങിയതിന് ശേഷം ഒരു ബ്ലാക്ക് കോട്ടിങ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡ് അടിക്കുക ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് വെളിച്ചക്കുറവുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ റെഡ് അടിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. നമ്മളിതുപോലെ ഇതിനിപ്പോൾ റെഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റെഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ടച്ച് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ബ്ലാക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ബ്ലാക്ക് സൈഡിൽ നിന്ന് ഒരു ഷെയ്ഡായിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു കോട്ടിങ് പോലെ. അപ്പോൾ ഈ റെഡ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഒരു പ്രൈമർ പോലെ, പ്രൈമർ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വരെ ഒരു അക്രൈലിക്കിൻ്റെ പോലത്തെ ടെറാക്കോട്ട പെയിൻ്റാണ് ഞാൻ പ്രൈമറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കാണാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഈ റെഡ് അടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കോട്ടിങ് പോലെ. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഇതിന് ഒരു ബ്ലൂ കൊടുക്കണം. ഒരു അൾട്രാമിൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഈ മെയിനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലാക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഈ ഷെയ്ഡ് മുഴുവൻ ബ്ലാക്ക് അടിക്കാം. എന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാം. അപ്പം ഇതിങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതേപോലെ ബ്ലൂ അൾട്രാമിൻ ബ്ലൂ എന്ന് പറഞ്ഞുള്ള കളറ് ഈ പൂമ്പാറ്റയുടെ ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത സ്റ്റേജാണ്. ഞാൻ ബ്ലാക്കിൽ കംപ്ലീറ്റ് കൊടുത്തു. മേളിൽ ടോപ്പിൽ ഒരു റെഡ് ഓൾറെഡി ഉള്ള റെഡിനെ വെച്ചിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഒരു ഡിസൈൻ കൊടുക്കാം. ഓക്കെ, ബാക്കി എല്ലായിടത്തും നല്ല രീതിയിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബ്ലൂ ഷെയ്ഡും കൂടെ കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പൂമ്പാറ്റയുള്ള എൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ഈ അൾട്രാമിൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഏത് വേണമെങ്കിലും കൊടുക്കാം. യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, അങ്ങനെ വെച്ചിട്ടും കൊടുക്കാവുന്നതാണ്. എനിക്കിത് കുറച്ച് ഈ കളർ കുറച്ചുകൂടി ഒരു കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അൾട്രാമിൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി. അതിന് ഞാൻ ഒരു ഔട്ടറിൽ ഈ ബ്ലൂ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കൊടുത്തത്. നേരത്തെ റെഡായിരുന്നു, റെഡിൻ്റെ മേളിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ കൊടുത്തു. കാരണം ബ്ലൂ എടുത്ത് കാണിക്കുന്നില്ല. റെഡിൻ്റെ മേളിൽ ഞാൻ അടിച്ച് നോക്കി, ഈ ബ്ലൂവിന് അത്ര ഭംഗി തോന്നുന്നില്ല. അപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ രണ്ട് സൈഡിലും പെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു ഹോൾസ് എടുക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് ഇടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു 0 വാട്ട് ബൾബ് ചെയ്യാൻ വേണ്ടി ഇതിനുള്ള ഹോൾഡറിന് വേണ്ടി നമ്മളിവിടെ ഒരു ഹോൾസ് എടുക്കണം. അപ്പോൾ അത് ഞാൻ ഇനി കാണിക്കാം. ഇവിടെ ആയിട്ട് ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിവിടേക്ക് ഹോൾസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനെടുത്തിരിക്കുന്ന ഇതിൻ്റെ ഔട്ടർ കവറിൻ്റെ അളവ് നമ്മൾ എടുക്കുക. ഇതിനകത്തേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടുന്നതിൻ്റെ ഈ അളവ് എടുത്തിട്ട് നമുക്കിവിടെ ഒരു ഹോൾസ് ഡ്രിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനിൽ വരുന്നൊരു സംഭവം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് ഇങ്ങനെയാണ്. ഓക്കെ, ആദ്യം നമ്മളിവിടെ വെച്ചിട്ട് ഇതിനെ നമ്മൾ റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഒന്ന് ഇവിടെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഒരു ഇത് വെച്ചിട്ട് ഇതിനൊന്ന് ഡ്രിൽ ചെയ്തിട്ട് ഇതിനെ ഹോൾസ് അടിച്ചിട്ട് ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ആ ഹോൾഡർ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ അത് നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡ്രിൽ ചെയ്തിട്ട് ഹോൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോൾസ് നോക്കാം, ദൂരിയിട്ട് നോക്കാം. അപ്പോൾ ആ ഹോൾസിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഹോൾഡറിൽ ഇറക്കി വിടണം. ഇതുപോലെ നമ്മൾ ഹോൾഡർ ഇറക്കിയിട്ട് ഇതിൻ്റെ ഈ അണ്ടർ പാർട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന അതിനൊരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡാണ് നമ്മൾ ഇതിട്ട് ടൈറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നോർമൽ ഹോൾഡറിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഗം ഇട്ട് ഒട്ടിച്ചാലും മതി. സാധാരണ ഹോൾഡർ ഇങ്ങനത്തെ ഹോൾഡർ മേടിക്കുന്ന ഏറ്റവും നല്ല കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അതിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാൻ പറ്റും. നമ്മൾ പ്ലഗിലിട്ടിട്ട് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് പകൽ വെളിച്ചത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്ലഗിൽ നമ്മൾ കുത്തിയിട്ട് നോക്കുക ചെയ്ത് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഓറഞ്ച് കളർ എങ്ങനെയുണ്ട് നോക്കിയത് പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കി ജസ്റ്റ് ടെസ്റ്റിങ്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണാം. ഇൻസൈഡിൽ ഇട്ടിരിക്കുന്ന ബൾബ് കാണാം. ഓക്കെ, ഓറഞ്ച് ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്നൊരു ബ്ലൂവും കൂടെ നമുക്ക് നോക്കാം. ബ്ലൂ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഇത് പകൽ വെളിച്ചത്തിൽ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ശരിയായ രീതിക്ക് ഇട്ടിട്ട് നോക്കാം അങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഞാനൊരു 0 വാട്ടിൻ്റെ ലാമ്പിൽ ഇട്ട് നോക്കിയതാണ്. 0 വാട്ട് ബൾബ് ഇട്ടിട്ട് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ബ്ലൂ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ബട്ടർഫ്ലൈൻ്റെ പോലെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നേരിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട് അതിനകത്ത്. പക്ഷേ അതിൻ്റെ നടുക്കത്തെ യെല്ലോ കളർ ഫെദർ പോലെയൊക്കെ കറക്റ്റ് തോന്നുന്നുണ്ട് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ. ഇതിലും നമുക്ക് നന്നായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോയിലൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഫോർമാറ്റിലെടുത്താണ് ലൈറ്റ് കത്തിച്ചിട്ടും. ഇത് പകലിൽ തന്നെയാണ് ഒരു കുറച്ച് ഇരുട്ടുള്ള ഒരു സ്റ്റെയർ കേസ് റൂമിൻ്റെ സൈഡിൽ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇതുപോലെ തൂക്കിയിടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സ്റ്റെയർ കേസ് റൂമിലൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ ഇത് അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഇട്ടിട്ട് ബ്ലൂ മറ്റേ 0 വാട്ട് ബൾബ് ഇട്ടതിന് ശേഷമുള്ളതാണ് ഈ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആ ലൈറ്റൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ജസ്റ്റ് ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട്
ഒരു പെയിൻറ്റ് ക്യാൻ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് ഡെക്കർ വീട്ടിൽ പറ്റിയ ഒരു നല്ലൊരു ഡെക്കർ. ഇതൊക്കെ നമുക്ക് പുറമേ നിന്ന് മേടിക്കണം, നല്ലൊരു കോസ്റ്റാവും. അപ്പോൾ എല്ലാവരും ഇത് ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നല്ല ഭംഗിയുണ്ട് എല്ലാം മൊത്തത്തിൽ കാണുമ്പോൾ. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞുതരാം. ഇത് ശരിക്കും ഒരു 4 ദിവസത്തെ കംപ്ലീറ്റ് എഫേർട്ടിലാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരോടും ട്രൈ ചെയ്ത് നോക്കാൻ പറയുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എങ്ങനെയെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക, എങ്ങനെ ഉണ്ടെന്ന് പറയുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.